ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓൾമോസ്റ്റ് നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. എനിക്ക് എല്ലാവരും ഒന്ന് പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോൺസ് തന്നുകൊണ്ടിരിക്കണം. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഒന്ന് തീർക്കണം. ആവശ്യത്തിലധികം ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്തുണ്ട്. സോ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് തരാൻ പറ്റുന്നോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത്രയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആരാണ് എക്കണോമിക്സിനെ സയന്റിഫിക് ലൈൻസിൽ ആദ്യമായി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? അറിയാമോ? ശരി, അപ്പോ സയന്റിഫിക് ലൈൻസിൽ എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ലയണൽ റോബിൻസ് ആണ്. സോഷ്യൽ സയൻസ് എന്താണ് എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആരാന്ന് അറിയാമോ? ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ലയണൽ റോബിൻസ് ആക്ച്വലി ഈ പറയുന്ന എക്കണോമിക്സിനെ ഒരു ഹ്യൂമൻ സയൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഹ്യൂമൻ സയൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. മാർഷാൽ ഇതിനെ ഒരു സോഷ്യൽ സയൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇതും കൂടി ഒന്ന് ഓർത്തിരിക്കണേ. മാർഷാൽ എക്കണോമിക്സിനെ ഒരു സോഷ്യൽ സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്ത സമയത്ത് ഒരു സോഷ്യൽ സയൻസ് ആയി മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, ലയണൽ റോബിൻസ് പറഞ്ഞു അതിനൊരു ഹ്യൂമൻ സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ലയണൽ റോബിൻസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലയണൽ റോബിൻസ് എഴുതിയ പുസ്തകത്തിന്റെ പേരറിയാമോ? ലയണൽ റോബിൻസ് എഴുതിയ പുസ്തകത്തിന്റെ പേരറിയാമോ? ഓക്കെ, ഞാനത് പറഞ്ഞുതരാം. സാധനം എഴുതി വെച്ചിട്ടില്ല. ഓക്കെ, പിന്നെ ആഡം സ്മിത്ത്, ഇത് നമ്മൾ ജസ്റ്റ് ആൻസർ സി ആണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. വെൽത്ത് ഡെഫിനിഷൻ ആഡം സ്മിത്ത് ആണ്. വെൽഫെയർ ഡെഫിനിഷൻ ആൽഫ്രഡ് മാർഷാൽ ആണ്. സ്കാർസിറ്റി ഡെഫിനിഷൻ ലയണൽ റോബിൻസ് ആണ്. പിന്നെ അതുപോലെ ഗ്രോത്ത് ഡെഫിനിഷൻ പോൾ സാമുവൽസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വെൽഫെയർ ഡെഫിനിഷനിൽ മെറ്റീരിയൽ വെൽഫെയർ മാത്രമേ ആൽഫ്രഡ് മാർഷാൽ പറഞ്ഞിട്ടുള്ളൂ. മെറ്റീരിയൽ വെൽഫെയർ, അതായത് സാധനങ്ങളുടെ കയ്യിലിരിക്കുന്ന, അതായത് മെറ്റീരിയൽ ഐറ്റംസ്, അതായത് ഫോണ്, പേഴ്സ്, കുപ്പി, വള, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അങ്ങനെയുള്ള മെറ്റീരിയൽ വെൽഫെയറിനെ കുറിച്ച് മാത്രമേ ആൽഫ്രഡ് മാർഷാൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അതുപോലെ എന്താ, ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ പറയുന്ന പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. ആൽഫ്രഡ് മാർഷാൽ എഴുതിയ പുസ്തകത്തിന്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്നാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ആൽഫ്രഡ് മാർഷാൽ എഴുതിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ലയണൽ റോബിൻസ് എഴുതിയ പുസ്തകത്തിന്റെ പേരെന്ന് പറ്റുമെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആൻ എസ്സേ ഓൺ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ്. ആൻ എസ്സേ ഓൺ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ്. ആഡം സ്മിത്തിന്റെ പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു? അറിയാലോ എല്ലാവർക്കും. എന്തായിരുന്നു, പറയാമോ? ആഡം സ്മിത്തിന്റെ പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു? യെസ്, വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ് ആഡം സ്മിത്തിന്റെ പുസ്തകത്തിന്റെ പേര്. 1776 ഈ പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. 1776 ഈ പറയുന്ന വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ എന്തായിരുന്നു, വേറെ എന്താ വേണ്ടത് ഇതിന്റെ അകത്ത്? യെസ്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ടെർമിനോളജി കൊണ്ടുവന്ന ആരാന്നറിയാമോ? ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ടെർമിനോളജി കൊണ്ടുവന്ന ആരാന്നറിയാമോ? ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ടേം കൊണ്ടുവന്ന ആളുടെ പേര്? നിങ്ങൾ കാൾ മാർക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കാൾ മാർക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. കാൾ മാർക്സ് ആണ് ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ടെർമിനോളജി കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, കാൾ മാർക്സ് എഴുതിയ പുസ്തകത്തിന്റെ പേര് എന്താണെന്ന് അറിയാമോ? കാൾ മാർക്സ് എഴുതിയ പുസ്തകത്തിന്റെ പേര് ആർക്കെങ്കിലും അറിയാമോ? ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ച്, ഡാസ് ക്യാപിറ്റൽ എന്നാണ് കേട്ടോ. ഡാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പുസ്തകമാണ് കാൾ മാർക്സ് എഴുതിയ പുസ്തകം. മൂലധനം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അതിന്റെ ആക്ച്വൽ പുസ്തകത്തിന്റെ പുള്ളി ഇട്ട പേരെന്ന് പറയുന്നത് ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പേരാണ്. ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം എക്കണോമിക്സിന്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ്. സോ ചിലപ്പോൾ ദാസ് ക്യാപിറ്റൽ എഴുതി തരാൻ ചോദിക്കാം. കാൾ മാർക്സ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിച്ച സമയത്ത് ലേബറിനെ, നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പഠിച്ചിട്ടില്ലേ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ അല്ലേ? അതിന്റെ അകത്ത് ലേബറിനെ അല്ല, ക്യാപിറ്റലിനെ കാറൽ മാർക്സ് വിളിച്ച ഒരു കാര്യമുണ്ട്. എങ്ങനെയായിരുന്നു കാറൽ മാർക്സ് ക്യാപിറ്റലിനെ ഡിഫൈൻ ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ഈ പറയുന്ന ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ ഒരു പ്രത്യേക പേര് വിളിച്ചായിരുന്നു അല്ലെ? ക്രിസ്റ്റലൈസ്ഡ് ലേബർ എന്ന് പറഞ്ഞു. യെസ്, ക്രിസ്റ്റലൈസ്ഡ് ലേബർ എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കണേ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മതി ഇതിന്റെ അകത്ത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സ് ഡീലിംഗ് വിത്ത് ലാർജർ അഗ്രഗേറ്റ്സ് ഓർ എക്കണോമി ആസ് എ ഹോൾ എന്തായിരുന്നു? യെസ്, മാക്രോ എക്കണോമിക്സ് ആണല്ലേ. സ്മോൾ അഗ്രഗേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ മൈക്രോ എക്കണോമിക്സ്. പ്രൈസ് തിയറി എന്തായിരുന്നു? എന്തായിരുന്നു? മൈക്രോ എക്കണോമിക്സിന്റെ മറ്റൊരു പേരായിരുന്നു അല്ലെ? അപ്പൊ മാക്രോ എക്കണോമിക്സിന്റെ മറ്റൊരു പേരെന്തായിരുന്നു? ഇൻകം തിയറി എന്ന് പറഞ്ഞിരുന്നു അല്ലെ? ഓക്കെ, ഇനി ഈ നമ്മുടെ എക്കണോമിക്സിനെ ഒരു ഡിസ്മൽ സയൻസ് എന്ന്, അതായത് ഒരു വട്ടുപിടിച്ച സയൻസ് എന്ന് വിളിച്ച രണ്ടാൾക്കാരുണ്ടായിരുന്നു. എക്കണോമിക്സിനെ
ഒരു ഡിസ്മൽ സയൻസ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്മൽ സയൻസ് എന്ന് കമന്റ് ചെയ്തിട്ടുള്ള 2 സയന്റിസ്റ്റുമാരുണ്ടായിരുന്നു. ജസ്റ്റ് പേരെന്ന് ഓർത്തിരിക്കുക, കാർലിൽ ആൻഡ് റസ്കിൻ എന്നായിരുന്നു. എക്കണോമിക്സിന് ഒരു ഡിസ്മൽ സയൻസ് എന്ന് വിശേഷിപ്പിച്ച 2 സയന്റിസ്റ്റുമാരാണ് കാർലിലും റസ്കിനും. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണേ, കാർലിൽ ആൻഡ് റസ്കിൻ. ഓക്കെ, ആൻസർ ബി ആണ്, മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, മാക്രോ എക്കണോമിക്സ്. ഇനി അടുത്തത്, ആൻ എക്കണോമിസ്റ്റ് ഫസ്റ്റ് കളക്ട്സ് ഫ്യൂ ഇൻഡിസ്പെൻസിബിൾ ഫാക്ട്സ് അബൌട്ട് ദ ഹ്യൂമൻ നേച്ചർ ഓർ ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഡ്രൂ ഇൻഫറൻസസ് അബൌട്ട് ആൻ ഇൻഡിവിജ്വൽ. ഏത് മെത്തേഡാണിത്? ഡിഡക്റ്റീവ് മെത്തേഡ് ആയിരുന്നോ അതോ ഇൻഡക്റ്റീവ് മെത്തേഡ് ആയിരുന്നോ? ഡിഡക്റ്റീവ് മെത്തേഡ് ആയിരുന്നു അല്ലെ. അതായത് വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട്, അതായത് ഞാൻ നോക്കുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ പോയി കഴിഞ്ഞ സമയത്ത് ഒരു പുള്ളിക്കാരൻ വായി നോക്കുന്നത് കണ്ടു, അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ പോയി കഴിഞ്ഞ സമയത്ത് ഒരു പുള്ളിക്കാരൻ വായി നോക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുകയാണ് ഏത് ബസ് സ്റ്റോപ്പിൽ കാണുന്ന ആൾക്കാരും വായി നോക്കിയുള്ളതാണ് എന്ന് പറയുന്നതാണ് ഡിഡക്റ്റീവ് മെത്തേഡ്. വളരെ ഈസി ആയിട്ട് അത്ര ആലോചിച്ചാൽ മതി. ഇനി ഇൻഡക്റ്റീവ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിലോ സർവേ മെത്തേഡ് ആണ് അല്ലെ, നമ്മുടെ സെൻസസ് ഒക്കെ പോലുള്ള സാധനങ്ങൾ. അതായത് ഗ്രൗണ്ട് ലെവലിൽ ഓരോ ആൾക്കാരുടെ അടുത്തുനിന്നും നമ്മൾ ഇങ്ങനെ ഈ പറയുന്ന ഡാറ്റ കളക്ട് ചെയ്ത് ആ ഡാറ്റയെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജനറൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ നേരെ തിരിച്ച് അല്ലെ, തിരിച്ച് നടക്കുന്ന ആ പരിപാടിക്ക് പറയുന്ന പേരാണെന്ന് ഇൻഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ് മെത്തേഡിന് മറ്റു പേരുകൾ പറയാമോ? ഡിഡക്റ്റീവ് മെത്തേഡിന് മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ഡിഡക്റ്റീവ് മെത്തേഡിന് നമ്മൾ അബ്സ്ട്രാക്ട് മെത്തേഡ്, അനലിറ്റിക്കൽ മെത്തേഡ്, അപ്രയോറി മെത്തേഡ് എന്നൊക്കെ പറയാറുണ്ട്. ഇൻഡക്റ്റീവ് മെത്തേഡിനാണെന്നുണ്ടെങ്കിലോ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, എംപിരിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ പോസ്റ്റീരിയർ മെത്തേഡ് എന്നൊക്കെ പറയാറുണ്ട്. ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, എംപിരിക്കൽ മെത്തേഡ്, പോസ്റ്റീരിയർ മെത്തേഡ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇനി അത്രേ ഉള്ളൂ. ഇനി അടുത്തത് എന്താ? ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാ. ഫസ്റ്റ് കളക്ട് റെലവന്റ് ഫാക്ട്സ് ആൻഡ് ഓൺ ദെയർ ബേസിസ് ഡ്രോസ് കൺക്ലൂഷൻ. ഇൻഡക്റ്റീവ് മെത്തേഡ് ആണെന്നുള്ള കാര്യം അറിയാലോ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഓക്കെ, പോസിറ്റീവ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ കോസ് എഫക്ട് റിലേഷൻഷിപ്പ്. 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസാ, ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. പോസിറ്റീവ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ കോസ് എഫക്ട് റിലേഷൻഷിപ്പ്, നോർമറ്റീവ് എക്കണോമിക്സ് ഈസ് ഇവാലുവേറ്റീവ് ഇൻ നേച്ചർ. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്, ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് എന്ന് പറയാമോ? പോസിറ്റീവ് എക്കണോമിക്സ് കോസ് എഫക്ട് റിലേഷൻഷിപ്പ് ആയിരുന്നു കാണിക്കുന്നത്. നോർമറ്റീവ് എക്കണോമിക്സ് പൊതുവെ ഇവാലുവേറ്റീവ് ഇൻ നേച്ചർ ആണ്, പോളിസി നേച്ചർ ആണ് കേട്ടോ. പോളിസി നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, പോളിസി നേച്ചർ ആണ്. 2 ഉത്തരങ്ങൾ ശരിയാണ്. സോ ദെയർഫോർ ആൻസർ ചെയ്യാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഗവൺമെന്റ് ലോസ് ആർ കോയസീവ്, എക്കണോമിക് ലോസ് ക്യാരി എ ഫ്രേസ് സിറ്ററിസ് പറിബസ്, എക്കണോമിക് ലോസ് ആർ മോർ എക്സാക്ട് ആൻഡ് ഡെഫിനിറ്റ് ദാൻ സോഷ്യൽ ലോസ്, എക്കണോമിക് ലോസ് ആർ ലെസ് എക്സാക്ട് ആൻഡ് ലെസ് ഡെഫിനിറ്റ് ദാൻ ഫിസിക്കൽ ലോസ്. ഏതാണ് തെറ്റുത്തരം? ഇതിൽ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ള കാര്യം ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഈ കറക്റ്റ് ഇൻകറക്റ്റ് നമുക്ക് ചിലപ്പോൾ മാറിപ്പോകും പെട്ടെന്ന് ആ പരീക്ഷ ടെൻഷനിൽ ഇരിക്കുന്ന സമയത്ത്. സോ ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സി ആണല്ലേ. എക്കണോമിക് ലോസ് ആർ മോർ എക്സാക്ട് ഒന്നല്ല. കാരണം എക്കണോമിക് ലോസ് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു കണ്ടീഷനിൽ നിന്ന് മറ്റൊരു കണ്ടീഷനിലേക്ക് എന്ത് ഈസി ആയിട്ട് മാറും എക്കണോമിക് ലോസ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എക്കണോമിക് ലോസിനെ ലോസ് ഓഫ് ടൈഡ്സുമായിട്ട് കമ്പയർ ചെയ്ത ആരായിരുന്നു? തിരമാലകളുടെ നിയമങ്ങളുമായി കമ്പയർ ചെയ്തിരുന്ന ആളാരായിരുന്നു? ഓർമ്മയുണ്ടോ? എക്കണോമിക് ലോസിനെ ലോസ് ഓഫ് ടൈഡ്സ് ആയിട്ട് കമ്പയർ ചെയ്ത ഒരാളുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? തിര എപ്പോഴാണ് അടിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ. ആൽഫ്രഡ് മാർഷാലാണ്. സോ തിരമാലകളെ പോലെയാണ് എക്കണോമിക് ലോസ്. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്താണ് വേലിയേറ്റം ഒക്കെ സംഭവിച്ചിരിക്കും അല്ലെ. അപ്പൊ എക്കണോമിക് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിക്കോണമെന്നില്ല. അതുകൊണ്ട് അതിനെ ലോസ് ഓഫ് ടൈഡ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ആളുടെ പേരാണ് ആൽഫ്രഡ് മാർഷാൽ എന്ന് പറയുന്ന ആള്. പിന്നെ അതുപോലെ എന്താ ഈ സീറ്ററിസ് പറിബസ് എന്ന് പറയുന്ന സാധനം, ഈ സീറ്ററിസ് പറിബസ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്തായിരുന്നു? അതർ തിങ്സ് റിമൈൻസ് ദ സെയിം അല്ലെ. അതർ തിങ്സ് റിമൈൻസ് ദ സെയിം. പിന്നെ അതുപോലെ ഈ സീറ്ററിസ് പറിബസ് ഏത് ലാംഗ്വേജ് ആണെന്ന് അറിയാമോ? ഏത് ലാംഗ്വേജ് ആണ് സീറ്ററിസ് പറിബസ് എന്ന് പറയുന്നത്? ലാറ്റിൻ ആണ് അല്ലെ. ഇതുപോലെ മറ്റൊരു ടെർമിനോളജി എന്ന് പറയുന്നത് ലേസസ് ഫെയർ അപ്രോച്ച് ആണ്. ലേസസ് ഫെയർ എന്ന് കേട്ടിട്ടുണ്ടോ? ലേസസ് ഫെയർ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ഫ്രേസ് ആണ്. ആ ഫെയറിൽ ഒരു ഫ്രഞ്ച് ഉണ്ടല്ലേ. ലേസസ് ഫെയറിൽ ഒരു ഫ്രഞ്ച് ഫ്രേസ് ആണ്. ഇതിന്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? ലേസസ് ഫെയർ എക്കണോമിക്സിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് ലേസസ് ഫെയർ. അറിയാമോ? ഓക്കെ, ലേസസ് ഫെയറിന്റെ അർത്ഥം എന്ന് പറയുന്നത് നോ ഗവൺമെന്റ് റോൾ എന്നാണ്. ഓക്കെ, നോ ഗവൺമെന്റ് ഇന്റർഫറൻസ് എന്നൊക്കെ നമുക്ക് വേണം പറയാം. ഓക്കെ, അതായത് ഗവൺമെന്റിന് തീരെ ഓപ്പൺ എക്കണോമി ആയിരിക്കും. ഇതിന് മറ്റു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ എക്കണോമി. അതായത് അവിടെ ഗവൺമെന്റിന് തീരെ റോളില്ല. ഗവൺമെന്റ് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള കൺട്രോളും ചെയ്യുന്നില്ല. മാർക്കറ്റിനെ ഫ്രീ ആയിട്ട്
വർക്ക് ചെയ്യാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും കൺട്രോൾ ചെയ്യാനോ മോണിറ്റർ ചെയ്യാനോ ഒന്നും ഒരു മനുഷ്യനും ഇല്ല. ഒരു മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതെല്ലാം ആ മാർക്കറ്റിന് വേണ്ട പോലെ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ലേസസ് ഫെയർ എന്ന് പറയുന്നത്. ഓർത്തിരിക്കേണ്ട കാര്യം, ലേസസ് ഫെയർ ഒരു ഫ്രഞ്ച് വാക്കാണ്. സീറ്ററിസ് പരിബസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വാക്കാണ്. അതർ തിങ്സ് മീനിങ്ങിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇനി അടുത്തത്, ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് റെന്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഈസ് നോൺ ആസ്. ഇത് ആക്ച്വലി നമ്മുടെ ഡിവിഷൻസ് ഓഫ് എക്കണോമിക്സ് അതിന്റെ ട്രഡീഷണൽ വ്യൂ ആണ്. റെന്റിനെ, വേജിനെ, ഇൻട്രസ്റ്റിനെ, പ്രോഫിറ്റിനെ ഒക്കെ പറയുന്ന പേരെന്താണ്? അത് ഡിറ്റർമൈൻ ചെയ്യുന്ന പറയുന്ന പേരെന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ. റെന്റ് പേ ചെയ്യുന്നത് ആർക്കാണ്? റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആർക്കൊക്കെ കിട്ടുന്നതെന്ന് പറയാമോ? റെന്റ് ആർക്കാണ് കിട്ടുന്നത്? ലാൻഡിനാണ് കിട്ടുന്നത് അല്ലെ. വേജസ് ആർക്കാണ് കിട്ടുന്നത്? ലേബറിനാണ് കിട്ടുന്നത് അല്ലെ. ഇൻട്രസ്റ്റ് ആർക്കാണ് കിട്ടുന്നത്? ക്യാപിറ്റലിനാണ് അല്ലെ. പ്രോഫിറ്റ് ആർക്കാണ് കിട്ടുന്നത്? ഓർഗനൈസേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? എന്റർപ്രണർ എന്നും പറയാം കേട്ടോ, ഓണ്ടർപ്രണർ എന്നും പറയാം. അപ്പൊ ലാൻഡിന് കിട്ടുന്നത് റെന്റ്, ലേബറിന് കിട്ടുന്നത് വേജസ്, ക്യാപിറ്റലിന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷന് കിട്ടുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഓണ്ടർപ്രണറിന് കിട്ടുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഫാം ബിസിനസിന് കിട്ടുന്നത് പ്രോഫിറ്റ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പ്രൊഡക്ഷൻ, ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കൺസംഷൻ, ഡിസ്ട്രക്ഷൻ ഓഫ് യൂട്ടിലിറ്റി എന്ന് ഓർത്തിരിക്കുക. എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്താ? ബൈയിങ് ആൻഡ് സെല്ലിംഗ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഫൈൻ. അടുത്തത്, സപ്ലൈ ഈസ് ലെസ് ദാൻ ഡിമാൻഡ് ഫോർ എക്കണോമിക് ഗുഡ്സ്, സപ്ലൈ ഈസ് മോർ ദാൻ ഡിമാൻഡ് ഫോർ ഫ്രീ ഗുഡ്സ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് റോങ് എന്ന് പറയാമോ? എക്കണോമിക് ഗുഡ്സിന്റെ കേസിൽ സപ്ലൈ ഈസ് ലെസ് ദാൻ ഡിമാൻഡ് ആണ് അല്ലെ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2, സപ്ലൈ ഈസ് മോർ ദാൻ ഡിമാൻഡ് ഫോർ ഫ്രീ ഗുഡ്സ്, ശരിയല്ലേ? നമ്മൾ അന്ന് പറഞ്ഞല്ലേ, പുഴക്കരയിൽ ബക്കറ്റിൽ വെള്ളം കോരി എടുത്തിട്ട് ഞാൻ വിൽക്കാൻ നിന്നാൽ എങ്ങനെയുണ്ടാവും? അതാണല്ലേ. ഫ്രീ ഗുഡ്സിന്റെ കേസിൽ സപ്ലൈ ഈസ് ഗ്രേറ്റർ ദാൻ ഡിമാൻഡ് ആയിരിക്കും. സോ അതുകൊണ്ട് എന്താണ്, വലിയ പ്രൈസ് ഒന്നും ഇതിന് പേ ചെയ്യേണ്ടി വരത്തില്ല അല്ലെ. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ആൻസർ എ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗുഡ്സ് പൊസസ് യൂട്ടിലിറ്റി? ഏത് ഗുഡ്സിനാണ് യൂട്ടിലിറ്റി ഉള്ളത്? ഫ്രീ ഗുഡ്സിനാണോ എക്കണോമിക് ഗുഡ്സിനാണോ? രണ്ടിനും യൂട്ടിലിറ്റി ഉണ്ടോ? രണ്ടിനും ഉണ്ടല്ലേ. ഫ്രീ ഗുഡ്സിന് യൂട്ടിലിറ്റി ഉണ്ട്, എക്കണോമിക് ഗുഡ്സിന് യൂട്ടിലിറ്റി ഉണ്ട്. വെറുതെ കിട്ടുന്ന വെള്ളത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദാഹം ശമിപ്പിക്കാൻ പറ്റില്ലേ? സോ ഒരു ഹ്യൂമൻ വാണ്ടോട് സാറ്റിസ്ഫൈഡ് ആയല്ലോ. സോ അതുകൊണ്ട് ഫ്രീ ഗുഡിന് യൂട്ടിലിറ്റി ഉണ്ട്, എക്കണോമിക് ഗുഡ്സിന് എന്തായാലും യൂട്ടിലിറ്റി ഉണ്ടാകും. കാരണം സ്കാർസ് ആയിട്ടുള്ള ഒരു സാധനമാണ് എക്കണോമിക് ഗുഡ്സ്. ഫ്രീ ഗുഡ്സിനെ പോലെ അല്ല അല്ലെ. അപ്പൊ സി, ബോത്ത് ആണ് കറക്റ്റ് ആൻസർ. സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, യൂട്ടിലിറ്റി ഇൻ എക്കണോമിക്സ് റെഫേഴ്സ് ടു. എക്കണോമിക്സിൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? യൂസ്ഫുൾനെസ് ആണോ, പ്ലഷർ ആണോ, സാറ്റിസ്ഫാക്ഷൻ ആണോ, അതോ വൺ സാറ്റിസ്ഫൈങ് പവർ ആണോ? ഏതാണ്? യെസ്, വൺ സാറ്റിസ്ഫൈങ് പവർ ആണ് അല്ലെ. യൂസ്ഫുൾനെസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. യൂസ്ഫുൾനെസ് ഇല്ലാത്ത സാധനങ്ങൾക്കും വേണമെങ്കിൽ യൂട്ടിലിറ്റി ഉണ്ടാവാം. പ്ലഷർ ഉണ്ടായിക്കോണം നിർബന്ധമില്ല. സാറ്റിസ്ഫാക്ഷൻ കൃത്യമായി കിട്ടിക്കോണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഒരു ആവശ്യത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അത് പറ്റിക്കോണം എന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വൺ സാറ്റിസ്ഫൈങ് പവർ ഉണ്ടെന്ന് പറയാം. ആൻസർ ഡി ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞേ. യൂട്ടിലിറ്റി ഈസ് നോട്ട് യൂസ്ഫുൾനെസ്, യൂട്ടിലിറ്റി ഈസ് നോട്ട് സിനോണിമസ് വിത്ത് പ്ലഷർ, യൂട്ടിലിറ്റി ഡസ് നോട്ട് മീൻ സാറ്റിസ്ഫാക്ഷൻ, ഓൾ ഓഫ് ദ എബോവ്. തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ നിന്ന് പെട്ടെന്ന് കിട്ടും അല്ലേ. ആൻസർ എന്താ? ഓൾ ഓഫ് ദ എബോവ് ആണ് അല്ലെ. യൂസ്ഫുൾനെസ് ആയിക്കോണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ. പിന്നെ അതുപോലെ നമുക്ക് പ്ലഷർ കിട്ടിക്കോണമെന്നൊന്നുമില്ല. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ, കൈപ്പുള്ളൊരു മരുന്ന് കുടിക്കുമ്പോൾ ഒന്നും നമുക്ക് സന്തോഷമല്ല കിട്ടുന്നത്. സാറ്റിസ്ഫൈഡ് ആയിക്കോണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഈ സാധനം കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അഡ്മിറ്റ് ആവുന്ന കാര്യം ആലോചിച്ചാൽ മതി. പക്ഷെ എന്താണ്, നമ്മുടെ അസുഖം മാറുക എന്ന് പറയുന്ന ഒരു ആവശ്യം അവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓൾ ഓഫ് ദ എബോവ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻസർ ഡി. ഇനി അടുത്തത്, സ്റ്റോറേജ് വഴി ഉണ്ടാകുന്ന യൂട്ടിലിറ്റിക്ക് പറയുന്ന പേരെന്താണ്? ടൈം യൂട്ടിലിറ്റി ആണ് അല്ലെ. യൂട്ടിലിറ്റി ക്രിയേറ്റഡ് വയ ട്രാൻസ്പോർട്ടേഷൻ ആണെന്നുണ്ടെങ്കിലോ ഏതായിരിക്കും? ട്രാൻസ്പോർട്ടേഷൻ വഴി ക്രിയേറ്റ് ചെയ്യുന്ന യൂട്ടിലിറ്റി ഏതാണ്? പ്ലേസ് യൂട്ടിലിറ്റി അല്ലേ. ഓക്കെ, പിന്നെ ഫോം യൂട്ടിലിറ്റിയുടെ കാര്യം അറിയാലോ, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. പിന്നെ പൊസഷൻ യൂട്ടിലിറ്റി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? പൊസഷൻ യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഓണർഷിപ്പ് അല്ലെ. ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്ന സമയത്താണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബൈയിങ് ആൻഡ് സെല്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ് നടക്കുമ്പോഴാണ്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടക്കുമ്പോഴാണ് ഓണർഷിപ്പ് ചേഞ്ച് ആവുന്നത്. ഓണർഷിപ്പ് ചേഞ്ച് ആവുന്ന സമയത്താണ് പൊസഷൻ യൂട്ടിലിറ്റി എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ സ്റ്റോറേജ് വഴി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന യൂട്ടിലിറ്റി സി ആണല്ലേ. ഓക്കെ, ആപ്പിൾ ഗ്രോവർ സപ്ലൈസ് ആപ്പിൾസ് ഫ്രം കാശ്മീർ ടു കേരള ആൻഡ് ക്രിയേറ്റ്സ്. എന്തായിരുന്നു? കാശ്മീരിൽ നിന്ന് കേരളത്തിലേക്ക് ആപ്പിൾ ഗ്രോവേഴ്സ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന യൂട്ടിലിറ്റി പറയുന്ന പേരെന്താണ്? പ്ലേസ് യൂട്ടിലിറ്റി ആണ് അല്ലെ. യെസ്, പ്ലേസ് യൂട്ടിലിറ്റി ആണ്. ഓക്കെ, ഇനി ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് നോക്കിയേ.
ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കറക്റ്റ് ആയിട്ടുണ്ടാവുക? ബി ആണ് അല്ലെ. അതായത് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഡിക്രീസ് ചെയ്യാം. ഒരു സാധനത്തിന്റെ വില കൂടാം കുറയാം, പക്ഷെ വാല്യൂ കൂടാൻ കുറയുകയും ചെയ്യില്ല അല്ലെ. കാര്യം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്യാരക്ടർ മാത്രമാണ് അല്ലെ. 3 കാര്യങ്ങളായിരുന്നു നമുക്ക് വാല്യൂ വേണമെങ്കിൽ പറയേണ്ടത്. ഒരു കമ്മോഡിറ്റിക്ക് വാല്യൂ വേണമെങ്കിൽ എന്തൊക്കെയായിരുന്നു വേണ്ടത്? യൂട്ടിലിറ്റി, ട്രാൻസ്ഫറബിലിറ്റി, സ്കാർസിറ്റി അല്ലെ. ഇതിന്റെ കൂടെ എക്സ്റ്റേണൽ ടു പേഴ്സൺ എന്ന് പറയുന്ന ഒരു സാധനം കൂടി വരുമ്പോഴാണ് നമ്മൾ അതിനെ വെൽത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ഈ പറയുന്ന 3 കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു സാധനത്തിന് വാല്യൂ ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. വാല്യൂവിന് നമ്മൾ മറ്റൊരു സാധനം കൂടി പറഞ്ഞിരുന്നു, റേറ്റ് ഓഫ് എക്സ്ചേഞ്ചബിലിറ്റി അല്ലെ. അതായത് ഒരു ഗുഡിന് മറ്റൊരു ഗുഡിനെ പകരം വെക്കാൻ വേണ്ടി കമാൻഡ് ചെയ്യാൻ വേണ്ടി ഒരു പവർ ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ അതിന് വാല്യൂ ഉണ്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഫോർ എക്സാമ്പിൾ, എന്റെ അടുത്ത് മഷി തീർന്നിരിക്കുന്ന ഒരു പേനയുണ്ട്, എന്നിട്ട് ഞാൻ പറയാണ് ഞാൻ ഈ പേന തന്ന് നിന്റെ പേന എനിക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോടാന്ന് പറയും അല്ലെ. കാരണം എന്താ? അതിന് വാല്യൂ ഇല്ല. പക്ഷെ അതേസമയം എന്റെ അടുത്തൊരു ലെക്സി പാൻ ഇരിക്കുന്നു, നിങ്ങളുടെ അടുത്തൊരു ടെക്നോ ടിപ്പ് ഇരിക്കുന്നു, എന്റെ അടുത്തും ഫുള്ള് മഷിയുണ്ട്, നിങ്ങളുടെ അടുത്തും മുഴുവൻ മഷിയുണ്ട്. അപ്പൊ ഞാൻ പറയുകയാണെന്ന്, എന്റെ കയ്യിലിരിക്കുന്ന ലെക്സി പാൻ ഞാൻ നിനക്ക് തരാം, എന്റെ കയ്യിലിരിക്കുന്ന ടെക്നോ ടിപ്പ് എനിക്ക് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എക്സ്ചേഞ്ചിന് ഒരു സാധ്യതയുണ്ട്. കാരണം എന്താ? ഈ പറഞ്ഞ 2 സാധനങ്ങൾക്കും യൂട്ടിലിറ്റി ഉണ്ട്, ട്രാൻസ്ഫറബിലിറ്റി ഉണ്ട്, സ്കാർസിറ്റി ഉണ്ട്. സോ ദെയർഫോർ ആ കമ്മോഡിറ്റിക്ക് വാല്യൂ ഉണ്ട്. പക്ഷെ ആ പറയുന്ന ലെക്സി പാനയുടെ വാല്യൂ നമുക്ക് അളക്കാൻ പറ്റില്ല. ആ വാല്യൂവിനെ നമ്മൾ എങ്ങനെ അളക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രൈസ് ആവുന്നത്? മോണിറ്ററി ടേംസിൽ അല്ലെ. അതായത് നമ്മൾ രൂപയുടെ സഹായത്തോടു കൂടി ആ വാല്യൂവിനെ അളക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് എന്ത്? പ്രൈസ് എന്ന് പറയുന്നത്. ഈ പ്രൈസ് കൂടാനോ കുറയാനോ ഉള്ള സാധ്യതയുണ്ട്, പക്ഷെ വാല്യൂ ഓഫ് ദ കമ്മോഡിറ്റി അവിടെ തീരെ മാറുന്നില്ല. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി മാറുന്നതിന്റെ കാരണം മാർക്കറ്റ് കണ്ടീഷൻസ് മാറുന്നുണ്ടാവും, പക്ഷെ അവിടെ വാല്യൂ പ്രത്യേകിച്ച് മാറുന്നൊന്നുമില്ല. പിന്നെ യൂട്ടിലിറ്റി മീൻസ് യൂസ്ഫുൾനെസ് അല്ലെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. 4ാമത്തെ പ്രശ്നം എന്താ? 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഓൾ വെൽത്ത് ഇസ് മണി ആൻഡ് ഓൾ മണി ഇസ് നോട്ട് വെൽത്ത്. അങ്ങനെയല്ല, നേരെ തിരിച്ചാണ് അല്ലെ. ഓൾ മണി ക്യാൻ ബി കൺസിഡർഡ് ആസ് വെൽത്ത് അല്ലെ. കാശ്, നമ്മുടെ കയ്യിലിരിക്കുന്ന പണം വെൽത്ത് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ വെൽത്ത് എല്ലാം പണമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? എന്റെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പ് ഒരു വെൽത്ത് ആണ്, എന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഒരു വെൽത്ത് ആണ്, എന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം ഒരു വെൽത്ത് ആണ്. അപ്പൊ എല്ലാ വെൽത്തും പൈസയാണെന്ന് പറയാൻ പറ്റുമോ? പൈസ അല്ല അല്ലേ ഇത്. പക്ഷെ എല്ലാ ക്യാഷിനെ നമുക്ക് എന്ത് പറയാം? അതിന് നമുക്ക് വെൽത്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ദെയർഫോർ ഓൾ വെൽത്ത് ഇസ് മണി ആൻഡ് ഓൾ മണി ഇസ് നോട്ട് വെൽത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. സോ ദെയർഫോർ ബി ആണ് കറക്റ്റ് ആൻസർ. എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ടു ഹാവ് വാല്യൂ ഷുഡ് പോസസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, യൂട്ടിലിറ്റിയും ട്രാൻസ്ഫറബിലിറ്റിയും സ്കാർസിറ്റിയും വേണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻസർ ഡി ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗുഡ്സ് പോസസ് വാല്യൂ ഇൻ എക്സ്ചേഞ്ച്? ഏതൊക്കെ ഗുഡ്സ് ആണ് വാല്യൂ ഇൻ എക്സ്ചേഞ്ച് പോസസ് ചെയ്യുന്നത്? 2 തരത്തിലുള്ള വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. വാല്യൂ ഇൻ യൂസ് പറഞ്ഞിട്ടുണ്ട്, വാല്യൂ ഇൻ എക്സ്ചേഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാല്യൂ ഇൻ എക്സ്ചേഞ്ച് ഉള്ളത് ആർക്കായിരിക്കും? ബി ആണ് അല്ലെ. എക്കണോമിക് ഗുഡ്സിന് മാത്രമേ വാല്യൂ ഇൻ എക്സ്ചേഞ്ച് ഉള്ളൂ. ഫ്രീ ഗുഡ്സിനും എക്കണോമിക് ഗുഡ്സിനും വാല്യൂ ഇൻ യൂസ് ഉണ്ട്, കാരണം ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു യൂട്ടിലിറ്റി കിട്ടും. പക്ഷെ ഫ്രീ ഗുഡ്സിന് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എക്കണോമിക്സിന്റെ കേസിൽ ഒരു പ്രോഡക്റ്റിന് ഇപ്പൊ വാല്യൂ ഇൻ യൂസ്, വാല്യൂ ഇൻ എക്സ്ചേഞ്ച് സ്പെസിഫൈ ചെയ്തിട്ടില്ല, വെറുതെ വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എക്കണോമിക് ഗുഡ്സിനെ മാറ്റർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അത്. കാരണം ഫ്രീ ഗുഡ്സ് ആയിട്ട് നമുക്ക് ഒരുപാട് ഡീൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം അത് ഓൾറെഡി അബണ്ടന്റ് ആണ്. അതുകൊണ്ട് അതിന്റെ ഉപയോഗത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് കൺസേൺ ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? വാല്യൂ ഇസ് അബ്സല്യൂട്ട് ആൻഡ് നോട്ട് റിലേറ്റീവ്, വാല്യൂ ഇസ് റിലേറ്റീവ് ആൻഡ് നോട്ട് അബ്സല്യൂട്ട്, there can be a general rise or fall in the value of the commodity, all wealth is money and all money is not wealth. ഏതായിരിക്കും ആൻസർ? ബി ആണോ? ബി ആണ് അല്ലെ. വാല്യൂ എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ്, ഒന്നിന് പകരം മറ്റും. നമ്മൾ എപ്പോഴും കമ്പാരിറ്റീവ് ബേസിലാണ് അല്ലെ പറയാ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു പേനയ്ക്ക് പകരം ഇതെടുക്കുന്ന സമയത്ത് നമുക്ക് അതിന് വാല്യൂ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം പറയാൻ പറ്റത്തുള്ളൂ. സോ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും റിലേറ്റീവ് ആയിരിക്കും, അബ്സല്യൂട്ട് ആയിട്ട് നമുക്ക് വാല്യൂ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ്, വെൽത്ത് കൺസിസ്റ്റ് ഓഫ് ഓൾ പൊട്ടൻഷ്യലി എക്സ്ചേഞ്ചബിൾ മീൻസ് ഓഫ് സാറ്റിസ്ഫൈങ് ഹ്യൂമൻ നീഡ്സ്. അതായത് ആളുകളുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഫലപ്രദമായ കാര്യങ്ങളെയാണ് നമ്മൾ വെൽത്ത് എന്ന് പറയുന്നത്. എന്ന് വെൽത്തിനെ ഡിഫൈൻ ചെയ്തത് ആരായിരുന്നു? ആൻസേഴ്സ് കുറഞ്ഞല്ലോ. കെയ്ൻസ് ആണ് കേട്ടോ, ജെ എം കെയ്ൻസ് ആണ്. ജെ എം കെയ്ൻസ് മറ്റെന്തെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ട് അറിയാമോ? ജെ എം കെയ്ൻസിനെ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ നേരത്തെ പഠിച്ച മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലെ. എന്തായിരുന്നു? ലാർജർ അഗ്രിഗേറ്റ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു സംഗതി. ഈ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സംഗതി വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. 1935 ഈ പറയുന്ന മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു വലിയ ശാസ്ത്രശാഖ തന്നെ ഉണ്ടാകുന്നത്. അത്രയും നാളെ ഈ പറയുന്ന
പഴയ മൈക്രോ എക്കണോമിക്സ്, അതായത് ക്ലാസിക്കൽ എക്കണോമിക്സ്, ഈ പറയുന്ന ആഡം സ്മിത്തും ആൽഫ്രഡ് മാർഷാലും ലയണൽ റോബിൻസും ഒക്കെ എന്താണ്, ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ ആൾക്കാരാണ്. ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ ആൾക്കാരാണ്. അതിനുശേഷം ഈ ക്ലാസിക്കൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മൈക്രോ എക്കണോമിക്സ് വെച്ചിട്ട് മാത്രം എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലെന്നായി കഴിഞ്ഞപ്പോൾ ജെ.എം. കെയ്ൻസ് 1935 ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിന്റെ പേരും കൂടി ഓർത്തിരുന്നോ, തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഓക്കെ, തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഇത് 1936 എഴുതപ്പെട്ടത്. 1935 ഈ പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്, മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. അത് കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന വലിയൊരു സംഗതി ഈ പറയുന്ന ശാസ്ത്രശാഖ കൊണ്ടുവന്നത് ആരാന്ന് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയേണ്ടത് ജെ.എം. കെയ്ൻസ് ആണ്. ഓക്കെ, ജെ.എം. കെയ്ൻസ് ആണ് കൊണ്ടുവന്നത്. ഇയാളുടെ പുസ്തകത്തിന്റെ പേരെന്ന് ഓർത്തിരിക്കുക, തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണിയാണ്. പീരിയഡ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഗ്രേറ്റ് ഡിപ്രഷൻ ഏത് കാലഘട്ടം ആയിരുന്നു കേട്ടിട്ടുണ്ടോ? ഗ്രേറ്റ് ഡിപ്രഷൻ. ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 1929 മുതൽ 1935 വരെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഓക്കെ, 1929 മുതൽ 1935 വരെ ലോകമെമ്പാടും ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി അനുഭവപ്പെട്ടു. ആൻഡ് ആ സമയത്ത് ഈ പറയുന്ന ഏതാണ്ട് 6-7 വർഷം നീണ്ടു നിന്ന ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിനെ നമ്മൾ എക്കണോമിക്സുകാർ, ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു തിയറി വെച്ചിട്ടും കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവർ കറക്റ്റീവ് മെഷറായിട്ട് പറഞ്ഞത് മുഴുവനും പൊളിഞ്ഞുപോയി. ആ സമയത്താണ് ഇത് ഈ പറയുന്ന ഇൻഡിവിജ്വൽ കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ തിയറീസ് വെച്ച് മാത്രം എക്കണോമീനെ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നും അതിനെ കൊണ്ടുവരാൻ വേണ്ടി കുറച്ചും കൂടി ലാർജർ, അത് വേറൊരു കെമിസ്ട്രിയാണ്, ഒരു ഗ്രൂപ്പിൽ അത് വേറൊരു കെമിസ്ട്രിയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞിട്ട് പുതിയ കുറെ തിയറീസ് ഈ പറയുന്ന ജെ.എം. കെയ്ൻസ് പ്രപ്പോസ് ചെയ്യുകയും അത് 1935 ഈ പറയുന്ന തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതപ്പെടുകയും അങ്ങനെ പുതിയൊരു ശാസ്ത്രശാഖ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ശാസ്ത്രശാഖ രൂപം കൊള്ളുകയും ചെയ്തു. അപ്പൊ ഗ്രേറ്റ് ഡിപ്രഷന്റെ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1929 മുതൽ 1935 വരെയാണ് എക്കണോമിക്സിന്റെ ഹിസ്റ്ററിയിലെ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണിത്. അപ്പൊ അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, which of the following is not an attribute of wealth? ഏതായിരുന്നു വെൽത്തിന്റെ ആട്രിബ്യൂട്ട് അല്ലാത്ത ഏതെങ്കിലും ഒരു ക്വാളിറ്റി? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞല്ലേ കാര്യങ്ങളൊക്കെ. ഓക്കെ, യൂട്ടിലിറ്റി ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ട്രാൻസ്ഫറബിലിറ്റി ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്കാർസിറ്റി ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇന്റേണൽ അല്ല, എക്സ്റ്റേണൽ ആയിരിക്കണം എന്നല്ലേ, എക്സ്റ്റേണൽ ടു പേഴ്സൺ അല്ലെ. അതായത് സ്കില്ലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വെൽത്ത് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പൊതുവെ പറയാറുള്ളത്. അപ്പോൾ ഇന്റേണൽ ആയിരിക്കരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്? ബി ആണല്ലേ. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ കൺസിഡർഡ് ആസ് വെൽത്ത്? ഏതിനെയൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം അങ്ങനെയാണെങ്കിൽ? എക്കണോമിക് ഗുഡ്സിനെ, ഫ്രീ ഗുഡ്സിനെ ഏതിനെയൊക്കെ നമുക്ക് വെൽത്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം? ആൻസർ ചെയ്യാമോ? യെസ്, എക്കണോമിക് ഗുഡ്സിനെ മാത്രമേ നമുക്ക് വെൽത്ത് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഫ്രീ ഗുഡ്സിനെ കൺസിഡർ ചെയ്യാൻ പറ്റാത്തതെന്ന് പറയാമോ ആർക്കെങ്കിലും? ഫ്രീ ഗുഡ്സിന് എന്താ പ്രശ്നം? സ്കാർസിറ്റി എന്ന് പറയുന്ന സാധനം അല്ലേ, സ്കാർസിറ്റി ഇല്ല. ഓൾവേസ് സപ്ലൈ ഗ്രേറ്റർ ദാൻ ഡിമാൻഡ് ആണ് അല്ലെ. സപ്ലൈ ഗ്രേറ്റർ ദാൻ ഡിമാൻഡ് ആകുമ്പോൾ സ്കാർസിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ല. പക്ഷെ എക്കണോമിക് ഗുഡ്സിന് സ്കാർസിറ്റി ഉണ്ടാവണം അല്ലെ. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാൾസ് അണ്ടർ നെഗറ്റീവ് വെൽത്ത്? ഏതാണ് നെഗറ്റീവ് വെൽത്തിൽ വരുന്നത്? യെസ്, ഡെപ്സ് ഓഫ് എ കൺട്രി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഡെപ്സ് ഓഫ് എ കൺട്രി ആണ്. ഫൈൻ, അടുത്തത് ഡാഷ് ആർ വാണ്ട്സ് വിച്ച് ആർ എസെൻഷ്യൽ ആൻഡ് വിത്തൗട്ട് വിച്ച് വി കാനോട്ട് സർവൈവ്. ഈ സംഗതികൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഏതാണ്? കംഫർട്ട്സ് ആണോ, ലക്ഷറീസ് ആണോ, നെസസറീസ് ആണോ, ഓൾ ഓഫ് ദ എബോവ് ആണോ? നെസസറീസ് ആണ് അല്ലെ. നെസസറീസ് ആണ് പ്രധാനപ്പെട്ട നമുക്ക് ഇല്ലാത്ത. ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത് നെസസറീസിലാണ്. ആൻസർ സി ആണ്. ഓക്കെ, ഡാഷ് ആർ ദ ബേസിക് വാണ്ട്സ് വിച്ച് വി ആർ ഫോഴ്സ്ഡ് ടു ഡു സോ ഓർ either by social customs or people around us expect us to do so. ആളുകള് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടി വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കൺവെൻഷണൽ നെസസറീസ് അല്ലെ. ആൻസർ സി ആണ്. ഓക്കെ, എ ഡിമാൻഡ് കർവ് റെപ്രസെന്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. എന്തൊക്കെയാണ് ഒരു ഡിമാൻഡ് കർവ് റെപ്രസെന്റ് ചെയ്യുന്നത്? പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് അല്ലെ. പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡഡ് ആണ് അല്ലെ. പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ് പൊതുവെ നമ്മൾ പറയാ. പക്ഷെ ഇവിടെ മോസ്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് ആണ് അല്ലെ. പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിലോ അതെന്തായിരിക്കും? നമുക്ക് വേണമെങ്കിൽ ഒരു സപ്ലൈ കർവ് എന്നൊക്കെ വേണം പറയാം അല്ലെ. സപ്ലൈ കർവ് അല്ലേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഈ പറയുന്ന പ്രൊഡ്യൂസ് ചെയ്ത സാധനം മാർക്കറ്റിൽ അവൈലബിൾ ആക്കണം. മാർക്കറ്റിൽ അവൈലബിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ സപ്ലൈ കർവ് എന്ന് പറയാം. കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ റവന്യൂ കർവ്, ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എങ്ങാനും ചോദിച്ചാലോ എന്നുള്ള പേടിയുടെ പുറത്ത് ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ കർവും കൂടി നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ വരയ്ക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മൾ ഏത് പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് കോസ്റ്റ്, ഇതാണ് നമ്മുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ റവന്യൂ കർവ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇതാണ് ടോട്ടൽ റവന്യൂ കർവ്. ഓക്കെ, നമ്മുടെ ടോട്ടൽ കോസ്റ്റ് കർവ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കർവ് ഇങ്ങനെയായിരിക്കും പോവുക. ഇതാണ് ടോട്ടൽ കോസ്റ്റ് കർവ്. ഇതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കണേ. ടോട്ടൽ കോസ്റ്റ് കർവും ടോട്ടൽ റവന്യൂ കർവും ഇങ്ങനെയായിരിക്കും പോവുക. ഈ പറയുന്ന ടോട്ടൽ കോസ്റ്റിന്റെയും ടോട്ടൽ റവന്യൂന്റെയും കർവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ക്വാണ്ടിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ നിങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് പോയിന്റിലായിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? അതായത് ഒരു സാധനത്തിന്റെ മുഴുവൻ ചെലവും വരവും നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴായിരിക്കും നിങ്ങൾ ആ ബിസിനസ്, ഏത് പോയിന്റിലായിരിക്കും നിങ്ങൾ ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുക? ഒന്നാമതായി വരവ് ചെലവിനേക്കാൾ കൂടുതലായിരിക്കണ്ടേ? ടോട്ടൽ റവന്യൂ ഗ്രേറ്റർ ദാൻ ടോട്ടൽ കോസ്റ്റ് ആയിരിക്കണ്ടേ? വരവ് ചെലവിനേക്കാൾ കൂടുതലായിരിക്കണം അല്ലേ? കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ എന്താ സംഭവിച്ചെന്ന് നോക്കിയേ. ഈ ഇനീഷ്യൽ ക്വാണ്ടിറ്റി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ എന്താ, ടോട്ടൽ കോസ്റ്റ് കർവ് മേലെയാ, ടോട്ടൽ റവന്യൂ കർവ് താഴെയാ. അതിനർത്ഥം ഇവിടെ എന്താ, ഇവിടെയൊക്കെ ലോസസ് ആണ് അല്ലേ? ഇവിടെ ലോസസ് അല്ലേ? ലോസസ് ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടോട്ടൽ കോസ്റ്റ് ഏതോ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് താഴേക്ക് പോകുന്നുണ്ട്. താഴേക്ക് പോയി കഴിയും, അതായത് ടോട്ടൽ റവന്യൂ കർവ് ഇവിടെ എന്താണ്, ടോട്ടൽ കോസ്റ്റ് ഗ്രേറ്റർ ദാൻ ടോട്ടൽ റവന്യൂ ആ. ഇതിന്റെ അപ്പുറത്തേക്ക് ടോട്ടൽ റവന്യൂ ഗ്രേറ്റർ ദാൻ ടോട്ടൽ കോസ്റ്റാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു റേഞ്ചിലല്ലേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ശരിയല്ലേ? ശരിയല്ലേ? ആരുമില്ലേ? വരവ് ചെലവിനേക്കാൾ കൂടുതലായിരിക്കണ്ടേ? ടോട്ടൽ റവന്യൂ കർവ്, ടോട്ടൽ റവന്യൂ കർവ് എന്ന് പറയുന്നത് മേലെയും ടോട്ടൽ കോസ്റ്റ് കർവ് താഴെയും വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് ആ ഒരു പോയിന്റിലായിരിക്കും. അതിൽ ഏത് പോയിന്റിലായിരിക്കും നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ വേണം അല്ലെ? പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ, ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് അല്ലേ? വരവിൽ നിന്ന് നമ്മുടെ ചെലവ് കുറച്ച് കഴിഞ്ഞാലല്ലേ നമുക്ക് എന്താ കിട്ടും, നമ്മുടെ ലാഭം കിട്ടുള്ളൂ. ആ ലാഭം ഏറ്റവും കൂടുതലാവുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പോയിന്റ് ആയിരിക്കും? ഈ പറയുന്ന ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റ് കർവും തമ്മിൽ ഏറ്റവും കൂടുതൽ വ്യത്യാസം വരുന്ന പോയിന്റ് അല്ലേ? ആ പോയിന്റിലായിരിക്കില്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ നടക്കാറുള്ളൂ. സോ ദെയർഫോർ ടോട്ടൽ കോസ്റ്റ് കർവും ടോട്ടൽ റവന്യൂ കർവും നിങ്ങൾക്ക് തരുവാണെന്നുണ്ടെങ്കിൽ ഏത് പോയിന്റിലായിരിക്കും ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വരവ് ചെലവിനേക്കാൾ കൂടുതലായിരിക്കണമെന്നും, രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള ദൂരം കൂടുതലായിരിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ വ്യത്യാസം അല്ലെ? ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുന്ന ആ ഒരു വ്യത്യാസം മാക്സിമൈസ്ഡ് ആവണമെന്നുമായിരിക്കണം. ക്ലിയർ ആണോ? പുതിയ കോൺസെപ്റ്റ് ആണ്. ക്ലിയർ അല്ലേ? ആരെങ്കിലും റെസ്പോൺസ് തരുമോ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. ഇനി ഈ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ കർവും ഈക്വൽ ആവുന്ന ഒരു പോയിന്റ് ഉണ്ട്. രണ്ട് സ്ഥലത്ത് ഇത് കട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ ആദ്യത്തെ പോയിന്റ് നമ്മൾ പൊതുവെ കൺസിഡർ ചെയ്യാറില്ല, കാരണം അതുവരെ ലോസസ് ആണ് അല്ലെ? ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ കർവും ഈക്വൽ ആവുന്ന പോയിന്റിന് നമ്മളൊരു പേര് പറയും. എന്തായിരുന്നു ആ പേരെന്ന് അറിയാമോ? അതായത് നമ്മുടെ മൊത്തം ചെലവും മൊത്തം വരവും ഈക്വൽ ആവുന്ന പോയിന്റിന്, ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ ഈക്വൽ ആവുന്ന പോയിന്റിന് നമ്മളൊരു പേര് വിളിക്കും. അതായത് നമുക്ക് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല, ഇറക്കിയ പൈസ മുഴുവനും നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് പറയുന്ന ആ പോയിന്റിനെ നമ്മൾ എന്താ വിളിക്കുക? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നാണ് കേട്ടോ വിളിക്കുക. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ ഓർക്കേണ്ട കാര്യം, നമ്മുടെ മുഴുവൻ വരവും മുഴുവൻ ചെലവും ഈക്വൽ ആവുന്ന പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വിളിക്കുക. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കണേ. According to the cardinality approach of analyzing the consumer behavior, cardinality approach അനുസരിച്ച് താഴെ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ? യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ആൻഡ് ആ ഇമാജിനറി യൂണിറ്റ് ഓഫ് യൂട്ടിലിറ്റിക്ക് നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? യൂട്ടിൽസ് എന്നായിരുന്നു അല്ലെ? ആരായിരുന്നു ഈ പറയുന്ന കാർഡിനാലിറ്റി അപ്രോച്ച് പ്രപ്പോസ് ചെയ്തത്? ആരായിരുന്നു? മാർഷാൽ ആയിരുന്നു അല്ലെ? ആൽഫ്രഡ് മാർഷാൽ ആയിരുന്നു കാർഡിനാലിറ്റി അപ്രോച്ച് കൊണ്ടുവന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദി യൂട്ടിലിറ്റി ഓഫ് മാർഷാലിൻ അനാലിസിസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ,
കാർഡിനാലിറ്റി അപ്രോച്ച് അനുസരിച്ച് അല്ലെങ്കിൽ മാർഷാലിൻ അനാലിസിസ് അനുസരിച്ച് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എങ്ങനെയായിരിക്കണം? കൂടുവോ കുറയുവോ? നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു? മണിയുടെ മാർജിനൽ യൂട്ടിലിറ്റി കോൺസ്റ്റന്റ് ആണ് അല്ലെ? എത്ര നമ്മൾ ചെലവാക്കിയില്ലെങ്കിലും മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി കോൺസ്റ്റന്റ് ആണെന്നുള്ള വിശ്വാസത്തിലായിരുന്നു നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? പൊതുവെ പൊക്കോണ്ടിരുന്നത് അല്ലെ? ഓക്കെ. അടുത്തത്, ഇൻ ദ പ്രോസസ് ഓഫ് കൺസംഷൻ ദ കൺസ്യൂമർ സ്റ്റോപ്സ് പർച്ചേസിംഗ് അറ്റ് ദ കമ്മോഡിറ്റി അറ്റ് ദ പോയിന്റ് വെയർ. എപ്പോഴാണ് പറയുന്ന കൺസംഷൻ പ്രോസസ്സിൽ നമ്മൾ ഏത് പോയിന്റിലായിരിക്കും കൺസ്യൂമർ ഈ പറയുന്ന പർച്ചേസിംഗ് ഓഫ് ദ കമ്മോഡിറ്റി സ്റ്റോപ്പ് ചെയ്യുക? സി ആണോ ഡി ആണോ? എ അല്ല ബി അല്ല? മാർജിനൽ യൂട്ടിലിറ്റി പ്രൈസുമായിട്ട് ഈക്വൽ ആവുന്ന പോയിന്റിലായിരുന്നു അല്ലെ? മാർജിനൽ യൂട്ടിലിറ്റി പ്രൈസുമായിട്ട് ഈക്വൽ ആവുന്ന പോയിന്റിലാണ് നമ്മുടെ കൺസ്യൂമർ പർച്ചേസിംഗ് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. മറ്റു പേരുകൾ എന്തൊക്കെയായിരുന്നു? കോസിന് ഫസ്റ്റിലും ആയിരുന്നു അല്ലെ? ഓക്കെ. എ സി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ലോ ഓഫ് ഇൻഡിഫറൻസ്, ലോ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഇക്യു മാർജിനൽ യൂട്ടിലിറ്റിയുടെ മറ്റു പേരുകളാണ് അല്ലെ? ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റിയുടെ മറ്റു പേരുകളാണ് എന്ത്? ലോ ഓഫ് ഇൻഡിഫറൻസും അതുപോലെ ലോ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അല്ലെ? ഓക്കെ. അക്കോർഡിംഗ് ടു ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ദ കൺസ്യൂമർ ഡിറൈവ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ വെൻ ദ മാർജിനൽ യൂട്ടിലിറ്റി ഈസ്. മാർജിനൽ യൂട്ടിലിറ്റി എത്ര ആവുന്ന സമയത്താണ് കൺസ്യൂമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുക? 0 ആവുന്ന സമയത്തായിരുന്നു അല്ലേ? ഓക്കെ. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവർക്കും? എനിക്ക് റെസ്പോൺസ് തരാമോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, താങ്ക് യു. ഈ ഗ്രാഫിന്റെ കാര്യം എല്ലാവരും ഒന്നുകൂടി ഒന്ന് ഓർത്തിരിക്കേണ്ട കാര്യം, ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആവുന്ന പോയിന്റിലായിരിക്കും മാർജിനൽ യൂട്ടിലിറ്റി 0 ആവുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി മിനിമം ആവുന്നതെന്ന് പറയില്ല, കാരണം മാർജിനൽ യൂട്ടിലിറ്റി വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ദെർഫോർ മാർജിനൽ യൂട്ടിലിറ്റി 0 ആവുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആവും. ആ പോയിന്റ് ഓഫ് കൺസംഷനെ നമ്മൾ എന്തായിരുന്നു പറയുന്നത്? പോയിന്റ് ഓഫ് സാറ്റുറേഷൻ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയും. ടോട്ടൽ യൂട്ടിലിറ്റി കർവ് ഇൻക്രീസിംഗ് ആയിരിക്കും, മാർജിനൽ യൂട്ടിലിറ്റി കർവ് ഡിക്രീസിംഗ് ആയിരിക്കും, പക്ഷെ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണേ. അക്കോർഡിംഗ് ടു ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി കൺസ്യൂമർ ഡിറൈവ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ വെൻ. എപ്പോഴാണ്? വീണ്ടും അടുത്ത ചോദ്യം. ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ഇൻക്രീസിംഗ്. ഓക്കെ, വീണ്ടും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് പെട്ടെന്ന് ഓർത്തിരിക്കേണ്ട കാര്യം, നേരെ നമ്മളൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റി കൂടി കുറഞ്ഞ് ഈ പറയുന്ന പോയിന്റ് ഇല്ലേ, ഈ പറയുന്ന പോയിന്റിലായിരിക്കും എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി പോയി 0 ആവുന്നത് അല്ലെ? അപ്പൊ ഒന്ന് ആലോചിക്കുക, മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഇൻക്രീസിംഗ്. മാർജിനൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇതാണ് നമ്മുടെ പോയിന്റ് അല്ലെ? പോയിന്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പോയിന്റ്, നമുക്കറിയാം. ഓക്കെ, ഇത് ടോട്ടൽ യൂട്ടിലിറ്റി, ഇത് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തായാലും ഇൻക്രീസ് ചെയ്യുന്നേ ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ ആൻസർ അല്ല, നമുക്ക് നോക്കാം. മാർജിനൽ യൂട്ടിലിറ്റി സെയിം. ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി സെയിം ആവുന്നില്ല, ഡിക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ അതുമല്ല അല്ലെ? ഇനി ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ഇൻക്രീസിങ്. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എന്താണ്? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് എത്തിയിട്ടില്ല. അപ്പൊ അതുമല്ല, ടോട്ടൽ യൂട്ടിലിറ്റി സെയിം. നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? മാർജിനൽ യൂട്ടിലിറ്റി 0 ആവുന്ന പോയിന്റ് അല്ലെ? മാർജിനൽ യൂട്ടിലിറ്റി 0 ആവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അഡീഷണലി ഞാൻ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് കഴിച്ചു, ആ സമയത്ത് എനിക്ക് അഡീഷണലി സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടിയില്ല. അതായത് ഞാൻ നേരത്തെ കിട്ടിയിരുന്ന സാറ്റിസ്ഫാക്ഷൻ എത്രയാണോ അത്ര തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. അതായത് ടോട്ടൽ യൂട്ടിലിറ്റി ആ പറയുന്ന ഒരു കമ്മോഡിറ്റിയിൽ നിന്ന് അടുത്ത കമ്മോഡിറ്റിയിലേക്ക് മാറി കഴിഞ്ഞപ്പോഴും മാറ്റം സംഭവിച്ചിട്ടില്ല എന്നല്ലേ? അതിനർത്ഥം ടോട്ടൽ യൂട്ടിലിറ്റി സെയിം ആണെന്നല്ലേ? അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി സെയിം ആവുന്ന സമയത്തല്ലേ കൺസ്യൂമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ഇപ്പൊ ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആയോ? റെസ്പോൺസസ് തരാമോ എനിക്ക് എല്ലാവരും ഒന്ന്? ഓക്കെ, താങ്ക് യു. അപ്പൊ ആൻസർ ഡി ആണ് കേട്ടോ. ടോട്ടൽ യൂട്ടിലിറ്റി സെയിം ആവുന്ന സമയത്ത്, അതായത് 5-6 ഞാൻ കഴിച്ചു, 6ാമത്തെ ഞാൻ കഴിച്ച സമയത്ത് എനിക്കൊരു ടോട്ടൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. 7ാമത്തെ കഴിച്ചു കഴിഞ്ഞ സമയത്തും എനിക്ക് അതേ സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ നിൽക്കും. അതായത് അഡീഷണലി ഒരു മാങ്ങ കഴിച്ചപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് ടോട്ടൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ എന്റെ മൊത്തം സാറ്റിസ്ഫാക്ഷൻ വ്യത്യാസം വന്നില്ല. വരാത്തത് കൊണ്ടാണ് എന്റെ മാർജിനൽ യൂട്ടിലിറ്റി 0 ആയത്. മാർജിനൽ യൂട്ടിലിറ്റി 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി നിങ്ങൾക്ക് പറയാം അവിടെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എത്തി എന്നുള്ള കാര്യം. ഇത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ആപ്ലിക്കബിൾ വെൻ. എപ്പോഴാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആപ്ലിക്കബിൾ ആവുന്നത്? കയ്യിലിരിക്കുന്ന റിസോഴ്സസ് അൺലിമിറ്റഡ് ആവുന്ന സമയത്ത് മാത്രമേ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആപ്ലിക്കബിൾ ആവുള്ളൂ അല്ലെ? ഈ ചോദ്യം ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ളതിന് പകരം ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി ആയിരുന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ ആൻസർ എന്തായിരിക്കും?
ലിമിറ്റഡ് ആകുന്ന സമയത്ത് അല്ലെ, അതായത് അൺലിമിറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, ലിമിറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ നമ്മൾ നോക്കണം. സോ ഒബ്വിയസ്ലി ലോ ഓഫ് ഇക്വിമാർജിനൽ യൂട്ടിലിറ്റി ആയിരിക്കും അവിടെ വരുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ എന്താ പ്രശ്നം? ദർ ഈസ് ടൈം ലാഗ് ഇൻ ദ പ്രോസസ് ഓഫ് കൺസംഷൻ ഓഫ് യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി അല്ലെ. പക്ഷെ നമ്മൾ അസംഷനിൽ പഠിച്ചിട്ടുണ്ട് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിന്റെ കേസിൽ പ്രോസസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം അല്ലെ, കണ്ടിന്യൂസ് കൺസംഷൻ ആയിരിക്കണം, ഹോമോജീനിയസ് കമ്മോഡിറ്റീസ് ആയിരിക്കണം നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ടൈം ലാഗ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ യൂട്ടിലിറ്റി ലെവലിൽ വ്യത്യാസം വരും. അത് നമ്മുടെ അസംഷൻ എഗെയിൻസ്റ്റ് ആയിരിക്കും. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യത്തില്ല. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആൻസർ ഇവിടെ ആണ്. ക്ലിയർ അല്ലേ? ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ക്ലിയർ അല്ലേ? ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു.